ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഇത്രയും ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പോളിമേഴ്സ്, അതിൻ്റെ ടൈപ്സ്, ആപ്ലിക്കേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്, ഇത്രയും കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇനി പറയാൻ പോകുന്നതാണ് ശരിക്കും നമ്മളുടെ ഇംപ്ലാൻസ് എന്താണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇംപ്ലാൻസ് ഉണ്ട്, ഏതൊക്കെ ബോഡി പാർട്ടിൽ ഇംപ്ലാൻസ് വെക്കുന്നത്, അതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെയാണ് ഇനിയുള്ള മൊഡ്യൂൾസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറയുന്നത് പെർക്യൂട്ടേനിയസ് ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ റീപ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ പെർക്യൂട്ടേനിയസ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്നിൻ്റെ ഉള്ളിലൂടെ, അതായത് വലിയൊരു ഓപ്പറേഷൻ ഒന്നും ചെയ്യാതെ തന്നെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പെർക്യൂട്ടേനിയസ് എന്ന് പറയാം. മെയ്ഡ് ഓർ ഡൺ ഓർ ഇഫക്റ്റഡ് ത്രൂ സ്കിന്ന് വഴി നമ്മൾ ഇപ്പോൾ ഒരു ഹൈപ്പോഡെർമിക് നീഡിൽ കൺസിഡർ ചെയ്യുക, ചെറിയൊരു നീഡിൽ, അല്ലെങ്കിൽ നമ്മൾ സാധാ ഇഞ്ചക്ഷൻ അടിക്കുന്നു. അപ്പോൾ അത് ശരിക്കും എന്താ, സ്കിന്നിലേക്ക് വളരെ ചെറിയൊരു ഇൻസിഷൻ വഴി ഈ നീഡിലുള്ളിലേക്ക് പോയി ഇപ്പം എന്തെങ്കിലും വാക്സിൻ എടുക്കുകയാണെങ്കിൽ ആ വാക്സിൻ അവിടേക്ക് കൊടുത്ത് തിരിച്ച് നമ്മൾ നീഡിൽ പുറത്തേക്ക് എടുക്കുമ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതൊക്കെ അതെന്താ, ഒരു പെർക്യൂട്ടേനിയസ് ഓപ്പറേഷനാണ്, സ്കിന്നിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ സ്കിന്നിൻ്റെ ഉള്ളിലൂടെ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പെർക്യൂട്ടേനിയസ് ഡിവൈസസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് സോഫ്റ്റ് ടിഷ്യൂ റീപ്ലേസ്മെൻറ്റിനെ കുറിച്ചാണ്. ഓക്കെ, സോഫ്റ്റ് ടിഷ്യൂ റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ അത് പറയുന്നേക്കാൾ മുന്നേ ആയിട്ട് നമ്മൾ എന്താണ് ടിഷ്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറയണം. ഓക്കെ, ടിഷ്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയറിങ്ങിൽ തന്നെയുള്ള ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ്. അപ്പം ഇതിൽ കാര്യമായിട്ട് അവർ പറയുന്നത് എന്താണ് ടിഷ്യൂ. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഒരുപാട് ചെറിയ സെൽസ് വെച്ചിട്ടുണ്ടാക്കിയതാണ്. ഈ സെൽസ് എല്ലാം കൂടി ചേർന്ന് എന്താകും, ടിഷ്യൂസ് ആവും. ഒരുപാട് ടിഷ്യൂസ് കൂടി ചേർന്നാൽ എന്താകും, ഓർഗൻ ആവും. ഓക്കെ, അങ്ങനെ ഒരു ഓർഡറിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം ഈ ടിഷ്യൂസ് എങ്ങനെയാണ്, ഓരോ ടിഷ്യൂസിൻ്റെ ടൈപ്പ് എന്താണ്, അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുക. അതുപോലെ തന്നെ അത് നമുക്ക് റീപ്ലേസ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ടിഷ്യൂ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ടിഷ്യൂ നമുക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗൻ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. അപ്പോൾ ആ നഷ്ടപ്പെട്ട ടിഷ്യൂവിനെ നമ്മൾ എങ്ങനെ റീപ്ലേസ് ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മൾ ടിഷ്യൂ എഞ്ചിനീയറിങ്ങിൽ പഠിക്കുന്നത്. ആൻഡ് ഇതിലുള്ള രണ്ട് മെയിൻ കാറ്റഗറീസാണ് സോഫ്റ്റ് ടിഷ്യൂ റീപ്ലേസ്മെൻറ്റും അതുപോലെ തന്നെ ഹാർഡ് ടിഷ്യൂ റീപ്ലേസ്മെൻറ്റും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ സോഫ്റ്റായ ഭാഗങ്ങളൊക്കെ ഏതൊക്കെയാണ്? സോഫ്റ്റായ ഭാഗങ്ങൾ പോട്ടെ, ഹാർഡാണ്. നമ്മുടെ ബോഡിയിൽ ഏറ്റവും ഹാർഡായിട്ടുള്ള ഭാഗം ഏതാ? നമ്മളുടെ ബോണാണ്. ഓക്കെ, ബോണ് കഴിഞ്ഞാൽ ഏതാ? നമ്മളുടെ പല്ലുകളാണ്. പല്ല്, അതുപോലെ നഖം, ഇതൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് ഹാർഡ് സ്ട്രക്ചറാണ്. അപ്പോൾ നമ്മളെ ബോഡിയുടെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹാർഡായിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏതാണ്? നമ്മളുടെ ബോണാണ്. ഓക്കെ, അപ്പോൾ സോഫ്റ്റ് ടിഷ്യൂസ് എന്തായിരിക്കും? സോഫ്റ്റ് ടിഷ്യൂസ് ആണ് നമ്മളുടെ ഈ ടെനൻസ്, ലിഗമെൻറ്റ്സ്, നമ്മുടെ സ്കിന്ന്, നമ്മുടെ സിനോവിയൽ മെംബ്രെയിൻ, ഫാറ്റ്, ഇതൊക്കെ എന്ന് പറയുന്ന സോഫ്റ്റ് ടിഷ്യൂവിൻ്റെ കാറ്റഗറീസിൽ വരുന്നതാണ്. അതായത് ഈ സംഭവം ബോഡിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിഷ്യൂസിനെ തമ്മിൽ കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ സറൗണ്ടിങ് സ്ട്രക്ചറിൻ്റെ ചുറ്റും ഒരു സപ്പോർട്ട് പോലെ നിൽക്കാനോ ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എക്സ്റേ എടുക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? എക്സ്റേ എടുത്ത ഫിലിമിനകത്ത് നമ്മളുടെ ബോൺസ് ആണ്. ഇപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ എക്സ്റേ എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ അതിൽ മെയിനായിട്ട് കാണുന്നത് നമ്മളുടെ ബോണാണ്. എന്നിരുന്നാലും അതിൻ്റെ തൊട്ടടുത്തൊക്കെ ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ ടിഷ്യൂ ഉണ്ടാവും. ഓക്കെ, അതായത് ആ ബോണിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ലിഗമെൻറ്റ്സ്, ടെനൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എന്താണ്? സോഫ്റ്റ് ടിഷ്യൂ കാറ്റഗറിയിൽ വരുന്നതാണ്. ഈ ബോൺ എന്താണ്? ഹാർഡ് ടിഷ്യൂവിനാണ്. അപ്പോൾ സോഫ്റ്റ് ടിഷ്യൂവിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ബോഡീനെ കണക്ട് ചെയ്ത് വെക്കുക, സപ്പോർട്ട് ചെയ്ത് വെക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ലിഗമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? രണ്ട് ജോയിൻസിനെ തമ്മിൽ കണക്ട് ചെയ്യാനൊക്കെയാണ് നമ്മൾ ലിഗമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിനൊക്കെ കൂടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഫ്റ്റ് ടിഷ്യൂ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ തന്നെ നമുക്ക് സോഫ്റ്റ് ടിഷ്യൂ റീപ്ലേസ്മെൻറ്റ് രണ്ട് കാറ്റഗറി ആയിട്ട് പറയുന്നുണ്ട്. ഒന്ന് ബ്ലഡ് ഇൻ്റർഫേസിങ് ഇംപ്ലാന്റും ഒന്ന് നോൺ ബ്ലഡ് ഇൻ്റർഫേസിങ് ഇംപ്ലാന്റും. അപ്പോൾ ബ്ലഡ് ഇൻ്റർഫേസിങ് ഇംപ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡയറക്റ്റ്ലി ബോഡിയുടെ ഉള്ളിൽ വെക്കുന്നതായിരിക്കും. ആൻഡ് അത് ഉള്ളിലുള്ള നമ്മളുടെ ബ്ലഡും ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ടൈം കോണ്ടാക്റ്റിലായിരിക്കും. അതായത് ഹാർട്ടിൻ്റെ വാൾവ് നമ്മൾ മാറ്റി വെക്കുന്ന സമയത്ത് ഹാർട്ടിൽ ഏത് നേരവും നമ്മൾ ബ്ലഡ് ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ഈ വാൾവിലേക്ക് എപ്പോഴും ബ്ലഡ് ചെല്ലുന്നുണ്ടാവും. ഓക്കെ, പിന്നെ ബ്ലഡ് വെസൽ ഇംപ്ലാന്റ്സ്, ആർട്ടിഫിഷ്യൽ ഹാർട്ട്, അതായത് ടോട്ടൽ ആർട്ടിഫിഷ്യൽ ഹാർട്ട് ഉണ്ട്. നമ്മളുടെ ഹാർട്ടിൻ്റെ വാൾവ് അല്ലാതെ ഹാർട്ടിനെ തന്നെ നമുക്ക് പുതുതായിട്ടൊന്ന് വെക്കാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബ്ലഡ് ഇൻ്റർഫേസിങ് ഇംപ്ലാന്റ് എന്ന് പറയാം. നോൺ ബ്ലഡ് ഇൻ്റർഫേസിങ് ഇംപ്ലാന്റ്സ് ആണ് നമ്മളുടെ സ്വിച്ചർ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ത്രെഡിനെയാണ് നമ്മൾ സ്റ്റിച്ചർ എന്ന് പറയാം. അതുപോലെ ഇയർ ആൻഡ് ഐ ഇംപ്ലാന്റ്, ഫ്ലൂയിഡ് ട്രാൻസ്ഫർ ഇംപ്ലാന്റ്, സ്കിൻ ഇംപ്ലാന്റ്, ഇതൊക്കെ എന്ന് പറയുമ്പോൾ എന്താ? നമ്മളുടെ ശരീരത്തിൻ്റെ പുറത്താണ്, അതായത് സ്കിന്നിൻ്റെ പുറത്താണ്.
അപ്പോൾ അത് ബ്ലഡുമായിട്ട് ഇൻ്റർഫേസ് വരുന്നില്ല. ഓക്കെ. പിന്നെ അപ്പം ഇനിയിപ്പോൾ നമ്മൾ എന്ത് പഠിക്കുമ്പോഴും കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ റിക്വയർമെൻറ്റ്സും പഠിക്കാറുണ്ട്. അപ്പം ഇവിടെ ഒരു ഇംപ്ലാന്റ് സോഫ്റ്റ് ടിഷ്യൂ ഇംപ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസ് വേണമെന്നാണ് പറയുന്നത്. പെർഫോമൻസ് ഓഫ് എൻ ഇംപ്ലാന്റ് ഡിവൈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, നമ്മൾ ഇംപ്ലാന്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എങ്ങനെ ഉണ്ടാകും. അതിപ്പോൾ പോളിമർ ആണോ, സ്റ്റീലാണോ, കോമ്പോസിറ്റ് ആണോ, സെറാമിക് ആണോ, അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഒരു ഇംപ്ലാന്റിൻ്റെ പെർഫോമൻസ് നമുക്ക് പറയാൻ പറ്റും. പിന്നെയെന്ന് പറയുന്നത് നമ്മളുടെ ഡിവൈസ്, നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഡിവൈസ് അല്ലെങ്കിൽ ഇംപ്ലാന്റിൻ്റെ ഡിസൈൻ എങ്ങനെയാണ്, അതിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ സോഫ്റ്റ് ടിഷ്യൂവിൻ്റെ ഇംപ്ലാന്റ് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റും. അതുപോലെ ഇത് നമ്മൾ ഇംപ്ലാന്റ് ചെയ്ത് വെക്കുന്നത് നമ്മളെ സർജനാണ് അല്ലേ. അപ്പോൾ ഈ ഇംപ്ലാന്റേഷൻ ചെയ്യാന്നൊക്കെ പറയുന്നത് അത്രയും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ അത്രയും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും അത് ചെയ്യാം. ഓക്കെ. അപ്പോൾ ആ സർജൻ്റെ സ്കില്ല് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും കൂടി നമ്മളുടെ ഈ ഇംപ്ലാന്റിൻ്റെ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. ഓക്കെ. പ്രയർ കണ്ടീഷൻ ഓഫ് ദ പേഷ്യൻ്റ് ഇപ്പോൾ ആകെ ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ഒക്കെ പറ്റി ആകെ ഒരു അവശ നിലയിലുള്ള ഒരാളാണ്. ആൻഡ് അയാൾക്കാണ് ഇപ്പോൾ ഒരു ഹാർട്ടിൻ്റെ വാൾവിന് കംപ്ലയിൻറ്റ് വന്ന് അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും ഒരു പാർട്ടാണ് അയാൾക്ക് നഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പോൾ ആ ഭാഗം ഉടനെ തന്നെ റീപ്ലേസ് ചെയ്യാമെന്ന് പറയും. പക്ഷേ ആ പേഷ്യൻറ്റ് ഓൾറെഡി അയാൾക്ക് എന്തെങ്കിലും അസുഖമുള്ള ആളോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിച്ച ആളാണെങ്കിൽ എന്താ, അയാളുടെ ബോഡി ഓൾറെഡി വീക്കായിരിക്കും. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ വെക്കുന്ന ഇംപ്ലാന്റും കറക്റ്റ് വർക്ക് ചെയ്യണമെന്നില്ല. ഫൈൻ. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഒരു ഇംപ്ലാന്റിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. ആ ഇംപ്ലാന്റ് എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഡിപ്പെൻഡ് ചെയ്യും. അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ്, അത് അവിടെ ഫിറ്റ് ചെയ്ത ഡോക്ടർ സ്കിൽഫുൾ ഡോക്ടറാണോ, അതുപോലെ പേഷ്യൻറ്റിൻ്റെ വേറെ വല്ല അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ, ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ. മിനിമം റിക്വയർമെൻറ്റ് ഫോർ സോഫ്റ്റ് ടിഷ്യൂ ഇംപ്ലാന്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പം ക്ലോസ് അപ്രോക്സിമേഷൻ ടു ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഒരു സംഭവം നമ്മൾ സോഫ്റ്റ് ടിഷ്യൂ മെറ്റീരിയൽ നമ്മൾ ഇംപ്ലാന്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. അപ്പം അതിന് വേണ്ട മിനിമൽ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ്, നമ്മളുടെ വിൽക്കുന്ന ആ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മളുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസുമായിട്ട് ഒരു ക്ലോസ് അപ്രോക്സിമേഷൻ ഉണ്ടായിരിക്കണം. അതായത് കാണാനും സ്ട്രക്ചറും പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നമ്മളുടെ ബോഡിയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന സോഫ്റ്റ് ടിഷ്യൂ എന്താണോ അതുപോലെ തന്നെ ആയിരിക്കണം. പിന്നെ ഷുഡിൻ ഡെറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ കാലം ചെല്ലുന്നതനുസരിച്ച് അത് പഴകി പോകാനോ ദ്രവിച്ചു പോകാനോ പാടില്ല. ഇഫ് ഡീഗ്രഡേഷൻ ഇൻറ്റൻഡഡ് റേറ്റ് ആൻഡ് മോഡ് ആർ പ്ലാൻഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അത് വെച്ചാൽ നമ്മൾ വൺസ് നമ്മളുടെ ഒരു ഹീലിംഗ് കഴിഞ്ഞാൽ അത് ഡീഗ്രേഡ് ചെയ്ത് പോകും. ഇഫ് നമ്മൾ അങ്ങനത്തെ ഇംപ്ലാന്റ് ആണ് ഇൻ കേസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനത്തെ ഇംപ്ലാന്റ് യൂസ് ചെയ്യുമ്പോൾ ഇത് എത്ര സമയത്തിൽ ഡീഗ്രേഡ് ആകണം, എത്ര റേറ്റിൽ ഡീഗ്രേഡ് ആവണം എന്നൊക്കെ ആദ്യമേ നമ്മൾ പ്ലാൻ ചെയ്യണം. ഓക്കെ. പിന്നെ നോ അഡ്വേഴ്സ് ടിഷ്യൂ റിയാക്ഷൻ. ഇത് വെക്കുമ്പോൾ സറൗണ്ടിങ് ടിഷ്യൂസിലേക്ക് റിയാക്ഷൻ ഉണ്ടാവാൻ പാടില്ല. കാർസിനോജനിക് ക്യാൻസർ കോസിങ് ആവരുത്. ടോക്സിക്കോ അല്ലെങ്കിൽ അലർജിക് ആയിട്ടുള്ള റിയാക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നോൺ ഇമ്മ്യൂജനിക് ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു സംഭവം നമ്മൾ ബോഡീൻ്റെ പുറത്തുനിന്ന് എടുത്തിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അത് സ്റ്റെറിലൈസബിൾ മെറ്റീരിയൽ ആണോ എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ വരുന്നത് അതിൻ്റെ കോസ്റ്റാണ്. എക്കണോമിക് ആണോ അല്ലെങ്കിൽ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഒരു സോഫ്റ്റ് ടിഷ്യൂ ഇംപ്ലാന്റ് മെറ്റീരിയലിന് വേണ്ട മിനിമൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് എന്താ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മളുടെ ബോഡിയുടെ പോലെ തന്നെ ആയിരിക്കണം. അതുപോലെ ദ്രവിച്ചു പോകാൻ പാടില്ല. ഡീഗ്രേഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. പിന്നെ ടിഷ്യൂ റിയാക്ഷൻ ഉണ്ടാവരുത്, ക്യാൻസർ കോസിങ് ആവരുത്, അലർജിക് ആവരുത്, ടോക്സിക് ആവരുത്, കോസ്റ്റ് കുറവായിരിക്കണം, അതുപോലെ തന്നെ സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റണം. ഫൈൻ. നെക്സ്റ്റ് ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അത് കുറച്ചും കൂടി ഒരു ഇതിൽ പറഞ്ഞതാണ്. റിക്വയർമെൻറ്റ്സ് ഫോർ സോഫ്റ്റ് ടിഷ്യൂ റീപ്ലേസ്മെൻറ്റ് ഇംപ്ലാന്റ് എന്ന് പറയുന്നത് അത് ബയോ കമ്പാറ്റബിൾ ആയിരിക്കണം, നോൺ ടോക്സിക് ആയിരിക്കണം, ഡ്യൂറബിലിറ്റി, നോൺ ഇറിറ്റേറ്റിംഗ് ടു ടിഷ്യൂ, റെസിസ്റ്റൻറ്റ് ടു പ്ലേറ്റ്ലെറ്റ് ആൻഡ് ത്രോംബസ് ഡെപ്പോസിഷൻ, ബ്ലഡ് കൊയാഗുലേഷൻ, നോട്ട് ഡിസ്ട്രോയ് പ്രോട്ടീൻ എൻസൈം ഓർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് ബ്ലഡ്. ഓക്കെ. അപ്പം ഒരു സോഫ്റ്റ് ടിഷ്യൂ റീപ്ലേസ്മെൻറ്റ് ഇംപ്ലാന്റ് നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിന് വേണ്ട പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്താ, ബയോ കമ്പാറ്റബിൾ ആയിരിക്കണം, ബോഡിയുമായിട്ട് ചേർന്ന് പോകാൻ പറ്റണം, ടോക്സിക് റിയാക്ഷൻ ഉണ്ടാക്കരുത്, ഒരുപാട് കാലം ഡ്യൂറബിൾ ആയിരിക്കണം, പിന്നെ ടിഷ്യൂവിന് ഇറിറ്റേറ്റിംഗ് ആവരുത്. അതുപോലെ തന്നെ നമ്മളുടെ ഇതിപ്പോൾ ബ്ലഡിൽ നമുക്കറിയാം പ്ലേറ്റ്ലെറ്റ് ഉണ്ട്, RBC WBC ഒക്കെ ഉണ്ട്.
ഈ പ്ലേറ്റ്ലെറ്റും WBC ഒക്കെ നമ്മളിപ്പോൾ ഇംപ്ലാന്റ് ഇപ്പം നമ്മുടെ ഫോർ എക്സാമ്പിൾ ഹാർട്ടിൻ്റെ വാൾവിലാണെന്ന് വെച്ചെന്ന് വിചാരിക്കാം. ഒരു ഹാർട്ട് വാൾവ് നമ്മൾ പുതുതായിട്ട് വെച്ചെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബ്ലഡിനകത്തുള്ള പ്ലേറ്റ്ലെറ്റും അതുപോലെ RBC ഒക്കെ ഇതിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊന്നും എന്തായിരിക്കണം, ഈ ഒരു വാൾവിൻ്റെ മുകളിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്ത് നിൽക്കാൻ പാടില്ല. ഫൈൻ. അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാതെ അതിങ്ങനെ ഫ്ലോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ബ്ലഡ് കൊയാഗുലേറ്റ് ചെയ്യരുത്, കട്ട പിടിച്ച് പോകരുത്. ഇപ്പോൾ ഒരു എക്സ്റ്റേണൽ ആയിട്ട് നമ്മളൊരു വാൾവ് വെച്ചു, ഓക്കെ, ഇയാളുടെ വാൾവ് കംപ്ലൈൻ്റ് ആണ് ആൻഡ് വാൾവ് നമ്മൾ വെച്ചു, അതിലൂടെ ബ്ലഡ് പാസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് സംഭവിക്കുകയാണ് ആൻഡ് ബ്ലഡ് ആ ഒരു വാൾവിൻ്റെ അടുത്ത് കട്ട പിടിച്ച് നിൽക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ അതെന്താ, ഒരു അഡ്വേഴ്സ് റിയാക്ഷനാണ്, നമ്മുടെ ബോഡി അതിന് റിയാക്ട് ചെയ്യും. ഫൈൻ. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് എൻസൈമും ഹോർമോണും പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രോട്ടീൻസിനെ എൻസൈമിനെ ഒന്നും ഇത് ബാധിക്കാൻ പാടില്ല. ഡിസൈൻ ഡിപ്പെൻഡൻറ്റ് റിക്വയർമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഓർഗൻ എന്ന് പറയുന്നത് നമ്മളെന്താ ആക്ച്വലി നമ്മളുടെ പോയ ഒരു ഭാഗത്തിനെ പകരം വെക്കുന്നതാണ് ഈ ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഓർഗൻ എങ്ങനെയാണോ ബിഹേവ് ചെയ്തത് അനാട്ടമിക്കലി ഫിസിക്കലി പ്രോപ്പർട്ടി എല്ലാം തന്നെ നമ്മളുടെ ഇംപ്ലാന്റിനും ഉണ്ടായിരിക്കണം. ഓക്കെ, സൈസും വെയ്റ്റും എല്ലാം കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും പറയുന്നത്. നോൺ കാർസിനോജനിക്, നോൺ ടോക്സിക്, അലർജിക് ഒക്കെ ആയിരിക്കണം, നോൺ അലർജിക് ആയിരിക്കണം. ഓക്കെ, അപ്പം ഇതിൽ ഫസ്റ്റ് വരുന്നതാണ് സ്വിച്ചർ സർജിക്കൽ ടാപ്പ് ആൻഡ് അഡ്ഹസീവ്സ്. ഓക്കെ, സ്വിച്ചർ നമുക്കറിയാം. സ്വിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു ഫിഗർ കണ്ടില്ലേ, ഇതിൽ നമ്മൾ സ്റ്റിച്ച് ഇടുന്ന ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ സ്വിച്ചേഴ്സ് എന്ന് പറയുക. ആ ഒരു നൂല് ഭാഗത്തിനെയാണ് നമ്മൾ സ്വിച്ചർ എന്ന് പറയുക. ആൻഡ് അതെന്ന് വെച്ചാൽ നമ്മളൊരു ഇഞ്ചുറി ഉണ്ടാകുമ്പോഴോ ഒരു സർജറി ഉണ്ടാകുമ്പോഴോ വരുന്ന വൂണ്ടിനെ ക്ലോസ് ചെയ്യാനാണ് നമ്മൾ സ്വിച്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇഞ്ചുറി ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ സർജറി ടൈമിൽ നമുക്ക് ഒരു കട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ക്ലോസ് ചെയ്യാനാണ് നമ്മൾ സ്വിച്ചർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്വിച്ചേഴ്സ് ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, ചിലത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണ്ടൊക്കെ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റിച്ച് എടുക്കാൻ പോകേണ്ടി വരും. ഓക്കെ, സ്റ്റിച്ച് ഒരു 15 ദിവസം കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങിക്കഴിഞ്ഞാൽ സ്റ്റിച്ച് എടുക്കാൻ പോകും പണ്ടൊക്കെ. ഇപ്പോഴത്തെ കേസിൽ എന്താ, അങ്ങനെ സ്റ്റിച്ച് എടുക്കുന്ന ഒരു പരിപാടിയില്ല. 15 ദിവസം കഴിഞ്ഞാൽ ഈ സ്റ്റിച്ച് തന്നെ ബോഡിയിലേക്ക് അലിഞ്ഞ് ചേരും. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് സ്റ്റിച്ചിനെ 2 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം, അബ്സോർബിൾ ആൻഡ് നോൺ അബ്സോർബിൾ. അബ്സോർബിൾ എന്ന് വെച്ചാൽ ബയോഡിഗ്രേഡബിൾ ആയിരിക്കും, നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ ഇത് തന്നെ ബോഡിയിലേക്ക് അലിഞ്ഞു പോയിക്കോളും. നോൺ അബ്സോർബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അലിഞ്ഞു പോവില്ല, നമുക്ക് എടുത്ത് കളയാൻ തന്നെ വേണ്ടി വരും. പിന്നെ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ, നാച്ചുറൽ സ്വിച്ചേഴ്സ് ഉണ്ട്. അത് കാറ്റ്ഗോട്ട്, സിൽക്ക്, കോട്ടൺ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നാച്ചുറലി ആ നൂല് എടുക്കാം. ഈ കാറ്റ്ഗോട്ട് എന്ന് പറയുന്നത് ചില പിഗ് അതുപോലെ തന്നെ ആനിമൽസിൻ്റെ ഒക്കെ ഇൻഡസ്റ്റൈനിൽ നിന്ന് എടുക്കുന്ന ഒരു വൻകുടൽ ചെറുകുടൽ ഭാഗത്തു നിന്ന് എടുക്കുന്ന ഒരു തരം മെറ്റീരിയലാണ്. അത് പ്രോസസ്സ് ചെയ്തിട്ട് ചെറിയ നൂലാക്കി മാറ്റുന്നതാണ്. അതൊക്കെയായിരുന്നു പണ്ട് കാലത്തൊക്കെ യൂസ് ചെയ്ത് വന്നിരുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ആണ്, അതുപോലെ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടി നമ്മളെ ബോഡിയുമായിട്ട് ഒരുപാട് മാച്ച്ഡ് പ്രോപ്പർട്ടി ആയിരിക്കും. പിന്നെ വരുന്നത് സിന്തറ്റിക് സ്വിച്ചേഴ്സാണ്. അതിലാണ് നൈലോൺ, പോളിയെത്തിലീൻ, പോളിപ്രോപ്പലീൻ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, ടാൻറ്റാലം ഒക്കെ വരുന്നത്. ഓക്കെ, പിന്നെ സ്വിച്ചേഴ്സ് ക്ലാസിഫൈ ചെയ്യുന്നത് ഫിസിക്കൽ ഫോമിലാണ്. മോണോഫിലമെൻ്റ് ഉണ്ട് ആൻഡ് മൾട്ടി ഫിലമെൻ്റ് ഉണ്ട്. അതായത് ഒരൊറ്റ നൂലുള്ള ടൈപ്പും ഉണ്ട്, കുറേ നൂലുകൾ അടുക്കി വെച്ച് ഭയങ്കര തിൻ സ്ട്രക്ചറാക്കി വെക്കുന്ന ടൈപ്പും ഉണ്ട്. ഇതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ വരുന്നത് സർജിക്കൽ ടാപ്സ് ആൻഡ് സ്റ്റേപ്പിൾസ് ആണ്. അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാം. ആൻഡ് ഇതിൻ്റെ നോട്ട്സ്, ഫുൾ നോട്ട് ഞാൻ നാളെയാണ് തരിക. നോട്ട് എഴുതിയിട്ട് ക്ലാസ്സിലോട്ട് വരണം. അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ പറയാം.